കൊടകര കുഴൽപ്പണക്കേസിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാകാതെ പോലീസ്. തിരൂർ സതീശന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് SIT പ്രത്യേക അന്വേഷണ സംഘം EDക്ക് കത്ത് നൽകി. അതേസമയം കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് ED വ്യക്തമാക്കി. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സാനു K സജീവ് ചേരുന്നുണ്ട്. സാനു, വളരെ അപ്രതീക്ഷിതമായിക്കൊണ്ടായിരുന്നു തിരൂർ സതീശിന്റെ കൊടകര കുഴൽപ്പണക്കേസിലെ വെളിപ്പെടുത്തലുകൾ. ഓഫീസ് സെക്രട്ടറി ആയിരുന്ന സമയത്ത് അവിടെ ചാക്കിൽ പണം കെട്ടിക്കൊണ്ടു വന്നിരുന്നുവെന്നും കർണാടക തിരഞ്ഞെടുപ്പിന്റെ സമയത്തും പണം ഇത്തരത്തിൽ ഒഴുകിയിരുന്നുവെന്നും അടക്കമുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. ശോഭാ സുരേന്ദ്രന് എതിരെ അടക്കം അന്ന് ആരോപണങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. അതിന്റെ ചുവട് പിടിച്ച് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോഴും ആ ഒരു കേസിൽ അല്ലെങ്കിൽ ആ വെളിപ്പെടുത്തലുകളിൽ നിന്ന് പിന്നീട് മുന്നോട്ട് പോകാനോ കൂടുതൽ എന്തെങ്കിലും കണ്ടുപിടിക്കാനോ കഴിഞ്ഞിട്ടില്ല എന്നൊരു സൂചന തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഈ EDയുടെയും അതുപോലെ തന്നെ പോലീസിന്റെയും കയ്യിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ്? കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വേളയിലാണ് BJP രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിക്കൊണ്ട് മുൻ BJP നേതാവ് കൂടിയായിട്ടുള്ള തിരൂർ സതീശന്റെ ആരോപണങ്ങൾ വരുന്നത്. അതായത് കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ടുള്ള ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ച്. അതായത് ചാക്കുകെട്ടുകളിലാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചാക്കുകെട്ടുകളിലാക്കിയുള്ള പണം താൻ BJP ഓഫീസിൽ എത്തിച്ചിരുന്നു എന്നാണ് തിരൂർ സതീശന്റെ ആരോപണം ഉണ്ടായത്. ഈ ആരോപണത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്ന വേളയിൽ ഈ ആരോപണത്തിന് ശേഷം പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചുകൊണ്ടുള്ള അന്വേഷണമൊക്കെ നടത്തിയിരുന്നു. എന്നാൽ ആ അന്വേഷണം ഇപ്പോൾ വഴിമുട്ടിയിരിക്കുകയാണ്. സാമ്പത്തിക ക്രമക്കേട് ആയി ബന്ധപ്പെട്ടുള്ള കേസായതിനാൽ പോലീസിന് ഇതിനകത്ത് കൂടുതൽ അന്വേഷണമോ മറ്റു കാര്യങ്ങളോ ഒന്നും നടത്താൻ സാധിക്കില്ല. ഈ ഒരു സാഹചര്യത്തിൽ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘമായ SIT സംഘാംഗങ്ങൾ EDക്ക് കത്ത് നൽകിയിരിക്കുകയാണ്. ഈ കൊടകര കുഴൽപ്പണ കേസിൽ അന്വേഷണം നടത്തണമെന്നും അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് EDക്ക് കത്ത് നൽകിയിരിക്കുന്നത്. അതായത് ഈ കുഴൽപ്പണം എത്തിച്ചതുമായി ബന്ധപ്പെട്ട് ഉള്ള മൊഴികൾ, അതായത് കുഴൽപ്പണം എത്തി എന്നതിനെ സാധൂകരിക്കുന്ന മൊഴി തങ്ങളുടെ പക്കലുണ്ടെന്നും അതിൽ അന്വേഷണം നടത്തണമെന്നും അതേപോലെ തിരൂർ സതീശനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള നടപടികൾ ആണ് ഉണ്ടാകേണ്ടതെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് EDക്ക് കത്ത് നൽകിയിരിക്കുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് EDയെ നമ്മൾ സമീപിച്ചപ്പോൾ ED ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ കേസിൽ കൊടകര കുഴൽപ്പണ കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും നടപടികൾ വേഗത്തിലാക്കിയിട്ടുണ്ടെന്നും അതേപോലെ തന്നെ എത്രയും വേഗം ചാർജ് ഷീറ്റ് നൽകുമെന്നാണ് EDയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ പറയുന്നത്. അതുപോലെ തന്നെ ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ വിവേചനം, അതായത് ഈ കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ യാതൊരു വിവേചനമില്ലെന്നും അതേപോലെ തന്നെ നടപടികൾ എത്രയും വേഗം പൂർത്തിയാക്കി കോടതിക്ക് മുൻപാകെ ചാർജ് ഷീറ്റ് നൽകുമെന്നുമാണ് ED വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കൊടകര കുഴൽപ്പണ കേസ് കേരള രാഷ്ട്രീയത്തിൽ സജീവ ചർച്ചയിലേക്ക് വരുന്നു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. അതുല്യ. ശരി സാനു, എന്തായാലും കൊടകര കുഴൽപ്പണ കേസിൽ തിരൂർ സതീശന്റെ വെളിപ്പെടുത്തലുകൾക്ക് ശേഷവും കൂടുതൽ തുമ്പുകളിലേക്ക് അന്വേഷണം കേന്ദ്രീകരിക്കാൻ സാധിക്കാതെ പോലീസ്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് സാനു K സജീവ്.